മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഅഹും വയുബാദിറൂന ഇലാ മുറാദാതി അൻഫുസിഹിം. ജനങ്ങളെല്ലാവരും അവരവരുടെ ഇച്ഛകളെ ഫോളോ ചെയ്യുന്നവരാണ്. ജനങ്ങളെല്ലാം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. അല്ലെ, നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരാണ്. എന്താണോ ആഗ്രഹം, അത് ഹലാലാണെങ്കിലും ഹറാമാണെങ്കിലും ചെയ്യുന്നവരുണ്ട്. ഹലാലായ ആഗ്രഹങ്ങൾ മാത്രം നോക്കി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആളുകളുണ്ട്. ഹലാല് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം പറയാണ്, ജനങ്ങൾ അവരുടെ ഇച്ഛകളെ ഫോളോ ചെയ്യുന്നുണ്ട്, മനസ്സ് പറയുന്നതൊക്കെ കേൾക്കുക. പക്ഷേ ഞാൻ ആ സമയത്ത് ഓർത്തത് അല്ലാഹുവിന്റെ ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ അല്ലാഹുവിനെ ഭയക്കുന്നത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, അല്ലാഹുവിനെ ഭയക്കുന്നവരാരാണ്, വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇച്ഛകളെ തല്ലിക്കൊല്ലുന്നവരാരാ, ശരീരത്തിന്റെ ഇച്ഛകളെ മാറ്റി നിർത്തുന്നവരാരാ. തറാവീഹ് നിസ്കരിക്കാൻ എപ്പോഴായിരുന്നു തീരാ? അങ്ങനെ തോന്നാറില്ലേ? സത്യം പറഞ്ഞാൽ തോന്നാറില്ലേ? എന്റെ മുമ്പിൽ പറയാൻ വേണ്ടിയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിൽ തുടങ്ങിയാല് പഠിച്ചോണ്ട് എപ്പോ തീരാ? 5 മിനിറ്റ് ആകെ 4 കഴിഞ്ഞിട്ടുള്ളൂ, എന്താ അടുത്ത സ്ലോ? അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? സത്യം മനസ്സിൽ കരുതി പറയണ്ട ഇല്ലേ? അപ്പൊ അതിന് ഏറ്റവും വലിയൊരു മരുന്നുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോ ചിന്തിക്കേണ്ടത് എന്താണ്? പഠിച്ചോന് ഇനിയൊരു 18 ഉണ്ടാ? 2 കഴിഞ്ഞിട്ടൊന്നുമില്ല, മാഷാ അല്ലാഹ്, ഇനി ആകെ 18 ഉള്ളൂ അല്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഇനി ആകെ 18 ബാക്കിയുള്ളൂ, 20 2 നിസ്കരിച്ചു, മാഷാ അല്ലാഹ്. കുറച്ച് കഴിയുമ്പോൾ ഒരു 4, ഇനി ആകെ 16 ഉള്ളൂ, 4 കഴിഞ്ഞില്ലേ? ഇനി ആകെ 10 ഉള്ളൂ, 10 കഴിഞ്ഞു, മാഷാ അല്ലാഹ്. ഇങ്ങനെ ആകുമ്പോ വേഗം തീരും, ഭാരമാവില്ല, ടെൻഷൻ വരില്ല. നമ്മൾ ചിന്തിക്കുക 10 കഴിഞ്ഞാലും ഇനിയും 10 ഉണ്ടാ, ഇതെപ്പോ തീരാ, ഇനിയൊരു 4 ഉണ്ട്. ഉദാഹരണത്തിന് പള്ളിയിലെ ഹൗദ് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി കസേരയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സംഘാടകരോട് പറഞ്ഞു, വോളണ്ടിയർമാരോട് പറഞ്ഞു. അപ്പൊ കസേരയൊക്കെ എടുത്തു വെച്ചിട്ട് ഈ സൈഡുള്ള കസേരയൊക്കെ തീർന്നു. എന്നിട്ട് വോളണ്ടിയർമാർ നോക്കുമ്പോൾ ഇവിടെ പെണ്ണുങ്ങളെ കസേരയൊക്കെ ബാക്കി. ഇനി ഇത്രയൊക്കെ കസേര എപ്പോ തീരാ? അങ്ങനെ ചിന്തിക്കണ്ട. ഇത്ര കഴിഞ്ഞില്ലേ, ഇനി ഇത്രയല്ലേ ഉള്ളൂ, ഇത്ര കഴിഞ്ഞില്ലേ, മാഷാ അല്ലാഹ്, ഇത്ര കഴിഞ്ഞു, അത് കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോ ക്ഷീണാവൂല, പ്രയാസാവൂല. ആ ഒരു രീതിയിൽ തറാവീഹിന് ഒരു ഭാരമായി കാണുന്നത് തന്നെ എന്തുകൊണ്ടാ? നമ്മൾക്ക് അതിനൊരു അമലുൻ സാലിഹ, നമ്മുടെ ഇഷ്ടപ്പെട്ട അമലായി നമ്മുടെ ഒരു സുഹൃത്താക്കി മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഭക്ഷണം അല്പം നിയന്ത്രിച്ച്, പരിശുദ്ധ റമദാനിൽ ഭക്ഷണം അല്പം നിയന്ത്രിച്ചാൽ ഈ സമയത്തൊക്കെ ആവേശത്തോടെ നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയും. ഇമാമു ഖുർആൻ ഓതുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാ? പരിശുദ്ധ ഫാത്തിഹ നമ്മൾ സ്വയം സ്വന്തമായി വളരെ മനോഹരമായിട്ട് ഓത്, അതിന്റെ അർത്ഥമൊക്കെ ആലോചിച്ച് ഓത്. അങ്ങനെ ഓതുമ്പോ അപ്പോഴേക്ക് റുക്കൂലെത്തിയിട്ടുണ്ടാവും ഇമാം, അല്ലെ? ഫാത്തിഹ തീരാതെ തന്നെ റുക്കൂല് പോകുന്ന ഇമാമാരുണ്ട്. പിന്നെ ഫാത്തിഹ ഒന്ന് നമ്മൾ സ്വയം ഒന്ന് ഉഷാറായിട്ട് ഓതുമ്പോ തന്നെ നിസ്കാരം കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം വികാരങ്ങളെ, സ്വന്തം താല്പര്യങ്ങളെ നിയന്ത്രിച്ച് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ, തന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗ്ഗമാണ്. സ്വർഗ്ഗമാണ് അല്ലാഹു അവർക്ക് അഭയമായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അന്നു മുതൽ ഞാൻ എന്റെ മനസ്സ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചത് മുതൽ, ആലോചിച്ചത് മുതൽ ഞാൻ എന്റെ മനസ്സ് പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല. മനസ്സ് പറയും, എന്ത് തറാവീഹ് ഇന്ന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സ് പറയും. ഞാനത് കേൾക്കൂല, ഞാൻ പോവും. മനസ്സ് പറയും, അല്പം ഉറങ്ങിക്കോളൂ, ഇപ്പൊ എന്താ ഉറങ്ങിയ പ്രശ്നം? ഞാൻ ഉറങ്ങൂല, ഞാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. മനസ്സ് പറയും, സിനിമ കാണാൻ ഞാൻ പോവൂല, ഓപ്പോസിറ്റ് ചെയ്യണം. മനസ്സ് പലതും നമ്മളോട് പറയും. ആ മനസ്സ് എന്താണോ പറയുന്നത് അതിന്റെ വിപരീതം ചെയ്യാൻ ഞാൻ തുടങ്ങി. എന്റെ ഹൃദയം അവസാനം എന്റെ മനസ്സിന് നന്മ ചെയ്താലേ തൃപ്തിയാവൂ എന്ന സാഹചര്യത്തിലെത്തി. തെറ്റിനോട് താല്പര്യമുണ്ടായിരുന്ന, തെറ്റിനോട്
പ്രത്യേകമായി തെറ്റുകളെ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യ ശരീരം അല്ലെ. മനുഷ്യന്റെ ശരീരം തെറ്റിനോട് താല്പര്യം കാണിക്കുന്നവയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? തെറ്റ് കൽപ്പിച്ചാൽ ഞാൻ വിപരീതമല്ലാതെ ചെയ്യൂല. അങ്ങനെ എന്റെ ശരീരത്തിന്റെ എതിരെ പ്രവർത്തിച്ച് പിന്നെ എന്റെ ശരീരത്തിന് തൃപ്തിയാവണമെങ്കിൽ നിസ്കരിച്ചേ പറ്റൂ. നിസ്കരിക്കുമ്പോഴാണ് തൃപ്തി ലഭിക്കുന്നത്. ഖുർആൻ ഓതുമ്പോഴാണ് മനസ്സിന് തൃപ്തി ലഭിക്കുന്നത്. ദിക്ർ ചൊല്ലുമ്പോഴാണ് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് എന്റെ മനസ്സിന് സമാധാനമാകുന്നത്. ഇല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥതയുണ്ടാവൂല. എന്റെ ശരീരത്തെ തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാൻ എനിക്ക് കാരണമായത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോ സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാകും, വിദ്യാർത്ഥിനികൾ, അവിഹിത ബന്ധങ്ങളുള്ള ആളുകൾ, സംസാരമായാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും ഇനി ലൈവ് ആയാലും ശരി, അവിഹിത ബന്ധങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ അഡിക്റ്റായ ആളുകൾ, സിനിമ കാണുന്ന ആളുകൾ, സീരിയൽ കാണുന്ന ആളുകൾ, ഇവരൊക്കെ ആലോചിക്കേണ്ടത് അള്ളാഹു എന്റെ ശരീരത്തെ തന്നത് അള്ളാഹുവിന് വഴിപ്പെടാനാണ്. നാളെ ആഖിറത്തിലെത്തിയ ഒരു പുനർജന്മം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് തരൂല. അള്ളാഹു ചോദിക്കുന്നത് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആയുസ് തന്നില്ലയോ, ഇടയ്ക്കിടെ ഉണർത്താനുള്ള ഉത്ബോധകര് വന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ അള്ളാഹു എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് മരണമില്ലാത്ത ആ നരകത്തിന്റെ അദാബ് സഹിക്കുന്നതിനെ ഓർത്തിട്ടെങ്കിലും തന്റെ ശരീരം പറയുന്ന വികാരങ്ങളെ, തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അള്ളാഹു പറയുന്ന കാര്യങ്ങളിലേക്ക് തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. രണ്ടാമത്തെ കാര്യം അതാണ്. ജനങ്ങളെല്ലാം അവരവരുടെ വികാരങ്ങളെ പിന്തുടർന്നപ്പോ അവരുടെ മനസ്സെന്താണോ പറയുന്നത് അതേപോലെ പിന്തുടരാൻ തുടങ്ങിയപ്പോ ഞാൻ ആലോചിച്ചത് ഖുർആനിന്റെ ആയത്താണ്. അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറായാൽ, മനസ്സിന്റെ വികാരങ്ങളെ ഒരാൾ നിയന്ത്രിക്കാൻ തയ്യാറായാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. മൃതങ്ങളെ കാലത്തല്ലേ ഒരു സഹോദരി ഒരു താബിആയ ഒരു സഹോദരനെ പ്രണയം കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്, പ്രണയിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പ്രണയിച്ചു എന്ന് മാത്രല്ല, യാ ഫച്ച, ചെറുപ്പക്കാരാ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടി. അപ്പോ ആ സഹോദരൻ മാറി നിന്നു. അള്ളാഹുവിനെ പേടിയുള്ള ആളായതുകൊണ്ട് മാറി നിന്നു. പെണ്ണ് കടന്നു പിടിച്ചു, കൈക്ക് പിടിച്ചു. ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് പേടി തോന്നി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. അള്ളാഹുവിനെ പേടിയുള്ള ആളുകൾ, യഥാർത്ഥ തഖ്വയുള്ള മുത്തഖീങ്ങളായ ആളുകൾ, ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകളാണെങ്കിൽ പൈശാചികമായ ചിന്തകൾ വരുമ്പോ, തെറ്റു ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമ്പോൾ തദക്കറൂ, അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. ഒറ്റയ്ക്ക് പോവാൻ ഹറാമായൊരു സാധ്യതയുണ്ട്, ഹറാമ് ചെയ്യാനൊരു അവസരമുണ്ട്. അപ്പൊ അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. തഖ്വയുള്ളവരാണെങ്കിൽ പടച്ചോൻ ഓർമ്മ വരും. സ്കൂളിൽ പഠിക്കാൻ പിന്നാലെ വരുന്ന പൂവാലന്മാർ, ഇതൊക്കെ പിന്നാലെ വരുമ്പോ സമയത്ത് പടച്ചോൻ ഓർമ്മ വരണം, അള്ളാഹുവിന് ഓർമ്മ വരണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മയക്കുമരുന്ന് മാഫിയകൾ കീഴ്പ്പെടുത്തും, പടച്ചോന് ഓർമ്മ വരണം. സിനിമ കാണാൻ പോകുമ്പോ പടച്ചോൻ ഓർമ്മ വരണം. അവിടെ പോയിട്ട് മരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? തിയേറ്ററിനുള്ളിൽ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ചിന്തിക്കേണ്ടത്. എങ്ങനെ മരിച്ചൂടെ? തിയേറ്ററിൽ സിനിമ കാണുമ്പോ ആയിരിക്കും ചിലപ്പോൾ മരിക്കുക. അങ്ങനെ മരിച്ചു പോയ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ നല്ല രീതിയിൽ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ സഹോദരൻ, ഉമർ തങ്ങളുടെ കാലത്തുള്ള സഹോദരൻ ഈ ഒരു ആയത്തോർക്കുകയും ബോധം കെട്ട് മരിച്ചു പോവുകയും ചെയ്തു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. മുത്തഖീങ്ങളായ ആളുകൾക്ക് പൈശാചികമായ ചിന്തകൾ ഉണ്ടാകുമ്പോ പേടിച്ച് അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. ഇങ്ങനെ കടന്ന് പിടിച്ചപ്പോഴേക്കും ബോധം കെട്ട് വീണ് മരിച്ചുപോയി. മഹാനായ ഉമർ തങ്ങൾ പോയി ഖബർ സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, യാ ഫതാ,
വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ പേടിച്ച ആളുകൾക്ക് അല്ലാഹു 2 സ്വർഗ്ഗം നൽകുമെന്ന് ഖബറിടത്തിൽ വെച്ച് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ആ ഖബറിൽ നിന്ന് പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഖദ് അഅതാനിഹിം അല്ലാഹ്. ആ 2 സ്വർഗ്ഗവും അല്ലാഹു എനിക്ക് തന്നിരിക്കുകയാണ്. സഹാബാക്കൾ എങ്ങനെയാണ് ഒരു ആയത്ത് കേൾക്കുമ്പോഴൊക്കെ മരിച്ചുപോയി പേടിച്ചു പോകും അവർ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നുള്ള ആയത്ത് കേട്ടപ്പോഴല്ലേ ഒരു സ്വഹാബി പേടിച്ചു മരിച്ചുപോയത്. ഈ ആയത്തിറങ്ങേണ്ട താമസം ബോധം കെട്ടുപോണ് മരിച്ചുപോയി. എന്താ കാരണം? അല്ലാഹുവേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സൂക്ഷിക്കാം. എനിക്കിപ്പോ എന്റെ ശരീരത്തെ ഞാൻ റിസ്ക് എടുത്ത് എനിക്ക് സൂക്ഷിക്കാൻ കഴിയും. പക്ഷെ എന്റെ മക്കളെ കാര്യം ഞാൻ എങ്ങനെ പറയാം? എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെ പറയാം? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാഫിറാണ്. ലൂത്ത് നബിയുടെ ഭാര്യ കാഫിറാണ്. ഒരു മൊയിലാര ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നന്നായിക്കൊള്ളണമെന്നില്ല. മൊയിലാര മക്കളാണെന്ന് പറഞ്ഞ് മക്കള് നന്നായിക്കൊള്ളണമെന്നില്ല. തങ്ങന്മാരെ മക്കളാന്ന് പറഞ്ഞ് മക്കള് നന്നായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മകനൊക്കെ കാഫിറായി പോയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ ഭാര്യയുടെ കാര്യം, എന്റെ മക്കളുടെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ കഴിയാം? എന്റെ കാര്യമൊക്കെ അങ്ങനെ ഉടനെ തന്നെ ബോധം കെട്ട് നിലത്തു വീണ് മരിച്ചുപോയ സ്വഹാബാക്കളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിനിടയിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക ബോധം കെട്ട് വീണ് സുബഹി വരെ അബോധാവസ്ഥയിലായ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾക്ക് ദുനിയവിയായ താല്പര്യങ്ങൾ, ആഖിറത്തെയുള്ള കാര്യങ്ങളെല്ലാം മറപ്പിച്ചു കളഞ്ഞില്ലയോ? അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ. ദുനിയാവിലുള്ള പ്രൗഢി, സമ്പത്തിൽ, സന്താനങ്ങളിൽ അഭിമാനം നടിക്കുന്ന നിങ്ങളുടെ ഈ അഹങ്കാര സ്വഭാവം നിങ്ങൾക്ക് അല്ലാഹുവിനെ മറപ്പിച്ചു കളഞ്ഞില്ലയോ? ഹത്താ സുർതുമുൽ മഖാബിർ. ഏതുവരെ? ഖബറിലേക്ക് പോകുന്നത് വരെ ഇതുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ആയത്ത് കേട്ടപ്പോഴാണ് മഹാനായ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് ബോധം കെട്ട് താഴെ വീണത്. പിന്നെ എണീറ്റതോ ഇശാ നിസ്കാരമായിരുന്നു അത്. പിന്നെ ഉണർന്നതോ സുബഹിക്ക് അല്പം മുമ്പാണ്. അബോധാവസ്ഥയിൽ വീണുപോയി. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ട് അല്ലാഹുവിനെ പേടിക്കാനുള്ള സമയമായിട്ടില്ലയോ എന്ന ആയത്തിറങ്ങി. അലം യഅനി ലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലയോ? ആ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിനെ ഓർത്ത്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓർത്ത് അല്ലാഹുവിനെ ഭയക്കാനുള്ള സമയമായിട്ടില്ലയോ എന്ന ആയത്ത് അല്ലാഹു ഇറക്കിയപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾക്കൊക്കെ വിഷമമായത്. അല്ലാഹു ഞങ്ങളെ ചീത്ത പറഞ്ഞുവല്ലോ, അല്ലാഹു ഞങ്ങളെ കുറ്റം പറഞ്ഞല്ലോ. പരസ്പരം കാണുമ്പോൾ അവർ പറയുമായിരുന്നു, അല്ലാഹു ഞങ്ങളെ കുറ്റപ്പെടുത്തിയല്ലോ, അല്ലാഹു ഞങ്ങളെ വിഷമിപ്പിച്ചല്ലോ, അല്ലാഹു ഞങ്ങളെ കുറ്റം പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് പരസ്പരം ഈ ആയത്ത് ഓതി വേദനയോടെ പിരിയാറുണ്ടായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കൾ. എന്താണ് ഇത്രയും കാലം ആയത്ത്, ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതേപോലെ അല്ലാഹുവിനെ കുറിച്ച് കേട്ടിട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അല്ലാഹു കുറ്റപ്പെടുത്തി എന്നാണ് സ്വഹാബാക്കൾ ഇതിൽ നിന്ന് മനസ്സിലായത്. സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് അങ്ങനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സൂറത്തുൽ ളുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളുഹാ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിസ്കാരമുള്ളത് അറിയോ? സുബഹിയുടെയും ളുഹറിന്റെയും ഇടയിലൊരു നിസ്കാരമുണ്ട്, ളുഹാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അബൂ ഹുറൈറ 3 കാര്യം ചെയ്യണമെന്ന് അബൂ ഹുറൈറയോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതിലൊന്നേതാണ്? അതിലൊന്ന് ളുഹാ നിസ്കരിക്കണമെന്നാണ്. അബൂ ഹുറൈറ ളുഹാ നിസ്കരിക്കാൻ മറന്നുപോവല്ല, ളുഹാ നിസ്കരിക്കണം, ളുഹാ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് പറയാണ്. റകഅത്തയിൽ ളുഹാ,
ദുഹാ നിസ്കാരം ഒഴിവാക്കരുത്. റമദാനിൽ തുടങ്ങി വെച്ചോളൂ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയമായി. പിന്നെ ളുഹർ വരെ സമയമുണ്ട് ദുഹാ നിസ്കാരം. പിന്നെയോ സുയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, അയ്യാമുൽ ബീളിന്റെ 3 നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അയ്യാമുൽ ബീളിന്റെ 3 നോമ്പ് ഒഴിവാക്കരുത്. പിന്നെയോ വഅൻ ഊതിറ ഖബ്ല അൻ അനാമ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണമെന്നും ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണമെന്നും അഥവാ വിത്ർ നിസ്കരിക്കാതെ കിടന്നുറങ്ങരുത് എന്നും എന്റെ ഹബീബ് എന്നെ ഉപദേശിച്ചു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങരുത്. അപ്പൊ ഇപ്പൊ തറാവീഹ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ വിത്ർ നിസ്കരിക്കുന്നു. ഇനി റമദാൻ കഴിഞ്ഞാൽ വിത്ർ നിസ്കരിക്കുമോ? നിസ്കരിക്കണം. 3 റക്അത്ത് നിസ്കരിക്കണം. ഏതുവരെ? മരണം വരെ നിസ്കരിക്കണം. ഉറങ്ങുന്നത് വരെ വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങരുത് എന്ന്, എല്ലാ മാസങ്ങളിലും 3 നോമ്പെടുക്കണമെന്ന്, അതേപോലെ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണമെന്ന് എന്റെ ഹബീബ് എന്നോട് ഉപദേശിച്ചു എന്ന് പരിശുദ്ധ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നത്. ദുഹാ നിസ്കാരത്തിൽ ഓതുകയാണ് വവഖാനാ അദാബസ് സമൂം, അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് നൽകി സ്വർഗ്ഗക്കാരുടെ വാക്കുകളാണിത്. ദുഹാ നിസ്കാരത്തിലാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ മഹദി ഓതുകയാണ് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു തആല നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്നുള്ള ആയത്ത് ഓതി അല്ലാഹുവിനോട് കരയുകയാണ്. ഇങ്ങനെ കരയാണ്. ദുഹാ നിസ്കാരത്തിൽ കൈകെട്ടി ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, അല്ലാഹു ഞങ്ങൾക്ക് നിഅമത്ത് നൽകി, അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്നുള്ള അർത്ഥമുള്ള ആയത്തോതി കരഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറയാൻ വേണ്ടി പോയതാണ്. ഒരുപാട് സമയം ഞാൻ കാത്തിരുന്നു, നിസ്കാരം ഇപ്പ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ ഒരുപാട് സമയം കാത്തിരുന്ന് എനിക്ക് മടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നേരെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിലേക്ക് പോയി. മഹദി അവർകൾ ഈ ആയത്തോതി കരയുകയാണ്. ദുഹാ നിസ്കാരത്തിലാണ് വവഖാനാ അദാബസ് സമൂം, അല്ലാഹുവേ നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. എനിക്ക് മടുത്തിട്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങാടിയിൽ പോയി എന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് സലാം പറയാമെന്ന് വിചാരിച്ച് സലാം പറയാൻ വേണ്ടി ആയിഷ ബീവിയുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ആയിഷ ബീവി നേരത്തെ ഓതിയിരുന്ന ആയത്ത് ഓതി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിസ്കാരം നിർത്തിയില്ല. വവഖാനാ അദാബസ് സമൂം ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അല്ലാഹു സ്വർഗ്ഗം നൽകി എന്ന സ്വർഗ്ഗക്കാരുടെ വാക്കോർത്തിട്ട് അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോവല്ലേ എന്ന് കരയുകയാണ് മഹദിയായ ആയിഷ. നാളെ സ്വർഗ്ഗത്തിലെ സ്വർഗീയ വനിതകളുടെ നേതാവാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മഹദിമാരായ ആളുകൾക്കെല്ലാം തന്റെ വികാരങ്ങളെ, തന്റെ താല്പര്യങ്ങളെ എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞത്, തന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. വേണ്ടാത്ത വിചാരങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ചിന്തകളിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന്, അല്ലാഹു നിരോധിച്ച വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് അല്ലാഹുവിന് വേണ്ടി ശരീരത്തെ കീഴ്പ്പെടുത്തിയപ്പോ പിന്നെ നിസ്കാരമില്ലാതെ ശരീരത്തിന് മനസ്സ് വരൂല. മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാറുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഒരു കുന്തത്തിൽ ഒരു കയറ് കാണാനിടയായി, ഒരു പില്ലറിൽ ഒരു കയറ് കാണാനിടയായി. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താണ് ഈ കയറ്? അപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, ഇത് സൈനബ ബീവി റളിയല്ലാഹു അൻഹാ നിസ്കരിക്കാൻ വേണ്ടി വെച്ച കയറാണ്. നിസ്കരിക്കാൻ കയറെന്തിനാണ്? ഒരുപാട് നേരം നിസ്കരിച്ച് മടുക്കുമ്പോ ആ കയറ് കൊണ്ട് ശരീരത്തെ കെട്ടിവെക്കുമത്രേ. ക്ഷീണിച്ച് താഴെ വീഴാതിരിക്കാൻ, ക്ഷീണിച്ചവശയായി താഴെ വീഴാതിരിക്കാൻ വേണ്ടി കയറുകൊണ്ട് തന്റെ ശരീരത്തെ ബന്ദിയാക്കി എന്നിട്ട് ഒരുപാട് നേരം നിസ്കരിക്കുമായിരുന്നു മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ
അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വേണ്ട വേണ്ട, ഈ പണി നിങ്ങൾ ചെയ്യരുതേ, ഈ പണി നിങ്ങൾ ചെയ്യരുതേ. കാരണം നിങ്ങളുടെ ശരീരത്തിന് ചില ബാധ്യതകളുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ചില കടമകളുണ്ട്. ആ കടമകൾ ശരീരത്തിനുള്ള കടമകൾ ശരീരത്തിന് ചെയ്തു കൊടുക്കൽ നിങ്ങളുടെ കടമയാണ്. ഞാൻ നിസ്കരിക്കാറില്ലേ, ഞാൻ ഉറങ്ങാറില്ലേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ, ഞാൻ നോമ്പ് നോക്കാറില്ലേ, നോമ്പ് ഉപേക്ഷിക്കാറില്ലേ, റമദാനിലല്ല സുന്നത്ത് നോമ്പിന്റെ കാര്യമാണ്. ഇനി റമദാനിൽ ഉപേക്ഷിക്കാൻ നിൽക്കണ്ട. മഹദിയായ മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാതെ, ഭാര്യയുടെ സുഖമെടുക്കാതെ, ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കാതെ, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു നല്ല വസ്ത്രം ധരിക്കാതെ എല്ലാ ദിവസവും രാത്രി മുഴുവനും നിസ്കാരമാണ്, രാത്രി മുഴുവനും ഇബാദത്താണ്, രാത്രി മുഴുവനും ദിക്റിലും ഇസ്തിഗ്ഫാറിലുമാണ്, രാവിലെയായാൽ നോമ്പാണ്. ഈ ഒരു രീതിയിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താതെ ജീവിച്ചപ്പോ മഹദിയായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളുടെ ഭാര്യയും അതുപോലെ ജീവിക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന് എന്നോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ കുപ്പായം പുതിയത് ധരിക്കുന്നത്? സഹോദരിമാരെ, പുതിയ കുപ്പായം ധരിക്കേണ്ടത് അങ്ങാടിയിലേക്ക് പോകുമ്പോഴല്ല, കല്യാണത്തിന് പോകുമ്പോഴല്ല, അന്യപുരുഷന്മാരെ കാണാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ എത്ര വില കൊടുത്ത് വസ്ത്രം വാങ്ങിയാലും നിങ്ങളുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവ് ദീനുമായി ബന്ധപ്പെട്ട്, ദീനുമായി ചിന്ത മാത്രം, വേറെ ദുനിയവിയായ ചിന്തയില്ല, ഭാര്യയെ കുറിച്ച് ചിന്തയില്ല. തന്റെ ഭർത്താവിന് തന്നോട് താല്പര്യമില്ലെങ്കിൽ, ശാരീരികമായ വികാരങ്ങളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല മനോഹരമായ വസ്ത്രം ധരിക്കുന്നത്? സെയിൽസ്മാന് കാണാനല്ല, വഴിപോക്കർക്ക് കാണാനല്ല, സ്കൂളിലുള്ള ആളുകൾക്ക് കാണാനല്ല, പിന്നെ ആർക്കാണ്? എന്റെ ഭർത്താവിന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത് എന്ന ചിന്തയോടെ നല്ല വസ്ത്രം ധരിക്കാതെ, അണിഞ്ഞൊരുങ്ങാതെ മുഷിഞ്ഞ വസ്ത്രം കണ്ടപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, എന്ത് പറ്റി? മഹദിയായ മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാണ്, എന്റെ ഭർത്താവിന് എന്നോട് ശാരീരികമായ താല്പര്യങ്ങളില്ല, വേണ്ട ദുനിയാവ് വിട്ടു, പിന്നെ ഭാര്യയോട് താല്പര്യമില്ല. കാരണം രാത്രി മുഴുവൻ നിസ്കാരാണ്, പിന്നെ എപ്പോഴാ ഭാര്യയുമായിട്ട് സമയം ചെലവഴിക്കുക? അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി. ഞാൻ ഇന്ന് മൊഞ്ചൊന്നും ആകുന്നില്ല, ഞാൻ ഇനി കുളിച്ചിട്ട് നല്ല ഡ്രസ്സൊന്നും ഇടുന്നില്ല, എനിക്ക് ഇത്രയൊക്കെ മതി. മറ്റുള്ള ആളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. കാരണം മറ്റുള്ള ആളെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഡ്രസ്സൊക്കെ വാങ്ങുന്നത്, ഇടുന്നതൊക്കെ. ഭർത്താവിന് വേണ്ടിയിട്ട് കുളിച്ചണിഞ്ഞൊരുങ്ങി നല്ല കുപ്പായിട്ട് എത്ര പെണ്ണുങ്ങളുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കുപ്പായിട്ട് നിൽക്കേണ്ടത് വീട്ടിലാണ്. വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരിക്കണം ഏറ്റവും നല്ല കുപ്പായിട്ട്. അല്ല, വീട്ടിൽ ഏറ്റവും ചുളിഞ്ഞ ഡ്രസ്സായിരിക്കും, ഇസ്തിരി ഇട്ടിട്ടുണ്ടാവില്ല ഒരു 2 വർഷമായിട്ട്. അതൊക്കെ മാറ്റണം സഹോദരിമാരെ. നിങ്ങൾ മാക്സിമം തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ഭർത്താക്കന്മാരെയാണ്. ജീവിതം എന്ന് പറയുന്നത്, അതിന് ഒരു രസം കിട്ടുന്നത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമ്പോഴാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ ചെയ്യട്ടെ. നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ വിഷയങ്ങൾ. വീട്ടിൽ ഏറ്റവും നല്ല വൃത്തിയായിട്ട് നിൽക്കണം, വീട്ടിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നല്ല അത്രക്ക പൂശി നിൽക്കണം വീട്ടിൽ നിൽക്കുമ്പോൾ. എല്ലാവരും, പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾ അങ്ങനെ തന്നെ. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനെ വിളിച്ചുകൊണ്ട് വാ, നീ എന്നെക്കാളും വലിയ ആളായോ? നബി തങ്ങൾ ചോദിക്കാൻ, എന്നെക്കാളും വലിയ ആളായോ? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എന്റെ ഭാര്യമാർക്ക് സമയം കൊടുക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. നീ ഇപ്പൊ നോമ്പ് തന്നെയാണ്, നോമ്പ് ഒഴിവാക്കാറില്ല, ഉറക്കില്ല, എല്ലാ ദിവസവും ഇബാദത്ത്, ഭാര്യയായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ എന്നെക്കാൾ ഉഷാറാവാനൊന്നും നോക്കണ്ട. എന്റെ ഭാര്യക്ക് കുറച്ച് കടമുണ്ട്, ആ കടമ കൊടുത്തേക്കണം. ഭാര്യയുടെ കടമ കൊടുക്കാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മക്കളുടെ കടമ കൊടുക്കാതെ നിസ്കരിച്ചിട്ടോ ഇബാദത്ത് ചെയ്തിട്ടോ കാര്യമില്ല. അപ്പൊ ശരീരത്തിന്റെയും കണ്ണിന്റെയും ഭാര്യയുടെയും മക്കളുടെ കടമ കൊടുത്തിട്ട് നിങ്ങൾ ഇബാദത്ത് എടുത്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ നന്മകളെ ഇഷ്ടപ്പെട്ട് നന്മയ്ക്ക് വേണ്ടി ശരീരത്തെ കീഴ്പ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാൽ മാഷാ അല്ലാഹ് അതൊരു വിജയമാണ്. മൂന്നാമത്തേത് ശ്രദ്ധിക്കണേ. മൂന്നാമത്തെ കാര്യം, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനൻ നാസ്, ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളെ ഞാൻ കാണാനിടയായി. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്, പാടുപെടുകയാണ്, ഊണും ഉറക്കുമില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്.
പിന്നെ ആ വരുമാനങ്ങളെല്ലാം ചെലവഴിക്കാതെ പിടിച്ചു വെക്കുകയാണ് അക്കൗണ്ടിലിട്ട്. ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി, അവിടെയും സ്ഥലം ഇവിടെയും സ്ഥലം, അവിടെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്. എത്ര ഫ്ലാറ്റിന് വില? 1,80,00,000 ഫ്ലാറ്റിന് വില. 4-5 ഫ്ലാറ്റ് കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും മംഗലാപുരത്തും ബാംഗ്ലൂരിലും. ഇപ്പൊ എന്തിനാ? ഇതൊക്കെ പിടിച്ചു വെക്കലാണ്. പൈസ ഉള്ള പൈസ ഒക്കെ വാങ്ങിച്ച് ഒരു അസറ്റാക്കി വെക്കാൻ. പിടിച്ചു വെക്കുന്നത് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോർത്തത്. എന്താണ് ഖുർആനിന്റെ ആയത്ത്? മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾ എടുത്തു വെച്ചതെല്ലാം തീർന്നു പോകുന്നതാണ്, എന്നാൽ എന്താണോ നിങ്ങൾ അല്ലാഹുവിന് കൊടുത്തത് അത് മാത്രമാണ് ബാക്കിയാവുന്നത്. ഇപ്പൊ നിങ്ങൾ ബക്കറ്റിലിട്ടതെല്ലാം ബാക്കിയാവും, പോക്കറ്റിലിട്ടതെല്ലാം തീർന്നു പോകും. നിങ്ങൾക്ക് ബാക്കിയാവാൻ ഇഷ്ടം, തീരാനാ ഇഷ്ടം? പൈസ ബാക്കിയാവാൻ ഇഷ്ടം, പൈസ തീരാനാ ഇഷ്ടം? എന്താ ഇഷ്ടം? ബാക്കിയാവാനല്ല. ഇപ്പൊ ഇങ്ങ് വല്ല ചൂടൂല് രക്ഷപ്പെടാൻ വേണ്ടിട്ട് തീരാന്ന് പറയും, ബക്കറ്റിലിട്ട് കൊടുക്കണ്ടല്ലോ. നമ്മുടെ ഇഷ്ടം പൈസ ബാക്കിയാവാനാണ്. അങ്ങനെ ബാക്കി വേണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ബക്കറ്റിലിട്ട് കൊടുക്കും. നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം തീർന്നു പോകും. അല്ലാഹുവിന് കൊടുത്തതെല്ലാം അവിടെ ബാക്കിയാണ്. നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ നിന്നൊരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. നിങ്ങൾ ഒരു 50-ാമത്തെ വയസ്സ് ഗൾഫിൽ കഫ്റ്റീരിയ ഹോട്ടലും ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 10 സെന്റ് വീടൊക്കെ ഉണ്ട്, പിന്നെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അതിൽ നിന്ന് വരുമാനമുണ്ട്. ഒരു വരുമാനമില്ല. എന്തിന്? ആ പൈസ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഇട്ടാ മോടി പിടിക്കും അല്ലെ? അല്ലെങ്കിൽ സെൽ ടാക്സാറോ ഇൻകം ടാക്സാറൊക്കെ വന്നിട്ട് പിടിക്കും. എന്നാ പിന്നെ ഒരു സ്ഥലം എടുത്ത് വെച്ചാൽ അത് അവിടെ ഉണ്ടാവൂലേ? വെച്ചു. പാവം വാങ്ങിയിട്ട് 2 വർഷമാകുമ്പോ മരിച്ചുപോയി. പിന്നെ ആ പൈസ കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയ, സ്ഥലം വാങ്ങിച്ച് എന്തെങ്കിലും ഉപകാരം കിട്ടിയ, ഒരു ഉപകാരം മക്കൾ അടിച്ചു മാറുന്നല്ലാതെ അയാൾക്ക് എന്താ? അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും വെച്ചിട്ട് ജീവിക്കാതെ മരിച്ചു പോകുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? സ്വത്ത് കോടിക്കണക്കിന് സ്വത്തുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്. അതങ്ങോട്ട് വിൽക്കൂല്ല, എന്നാലൊന്നും മര്യാദക്ക് ജീവിക്കൂല. നല്ലൊരു കുപ്പായം വരെ ജീവിതത്തിലിട്ടുണ്ടാവില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, നല്ലൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ജീവിതത്തിനും സുഖമില്ല, ആഖിറത്തിനും സുഖമില്ല. പൈസ അവിടെ ബാക്കി. അല്ലാഹുവിന് കൊടുത്തതെല്ലാം ബാക്കിയാണ്. നിങ്ങൾ എടുത്തു വെച്ചതെല്ലാം തീർന്നു പോകുമെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഞാൻ കേൾക്കാനിടയായി. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഞാൻ പഠിച്ചു നോക്കിയപ്പോ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഞാൻ മിസ്കീന്മാർക്ക്, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. എന്റെ കുടുംബങ്ങളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവനും ഞാൻ പാവങ്ങൾ കൊടുത്തു. എന്തേ? അതൊക്കെ നാളെ കിട്ടും. ഞാൻ ചെലവാക്കിയതൊന്നും നാളെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ മിസ്കീന്മാരായ ആളുകൾക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ലഭിക്കാൻ, ഖബറിലെത്തിയാൽ സ്വതക്കയാണല്ലോ വെളിച്ചമാകുന്നത്, മഹ്ശറിലെത്തിയാൽ സ്വതക്കയാണല്ലോ അർശിന്റെ തണൽ നൽകുന്നത്, നരകത്തിൽ പോവാതെ രക്ഷപ്പെടുന്നതും സ്വതക്കയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം മിസ്കീന്മാർക്ക് സംഭാവന ചെയ്തു. ചെയ്യാനുള്ള കാരണം വമാ ഇൻദകും യൻഫദ് മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾ പിടിച്ചു വെച്ചതെല്ലാം തീർന്നു പോകുമെന്നുള്ള ആയത്താണ്. നമ്മുടെ അക്കൗണ്ടിലുള്ളതെല്ലാം തീർന്നു പോവേണ്ടതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന് കൊടുത്തത് ബാക്കിയാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാം ഞാൻ ചെലവഴിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. നാലാമത്തെ കാര്യം എന്താണ്? ഇന്നി റഅയ്തു ബഅലൽ ഖൽഖി. ജനങ്ങളിൽ ചില ആളുകളെ കാണാനിടയായി. യളുന്നു, അവർ വിചാരിക്കുന്നുണ്ട്, അന്ന ശറഫഹു വഇസ്സഹു ഫീ കസറത്തിൽ അഖ്വാം വൽ അശാഇരി ഫഅതസ്സു ബിഹിം. ചില ആളുകൾ വിചാരിച്ചു അഭിമാനം എന്ന് പറയുന്നത് ഒരുപാട് കുടുംബക്കാരുണ്ടാവലാണ്. ഒരു തറവാട്ടാർ, അത് അഭിമാനം എന്ന് കുറച്ച് ആള് വിചാരിച്ചു. ഞങ്ങൾ ഇന്നാലിന്ന തറവാട്ടുകാരാണ്, ഞങ്ങൾ ഇന്നാലിന്ന കുടുംബക്കാരാണെന്ന് പറഞ്ഞു നടന്നു. ചില ആളുകൾ വിചാരിച്ചു പൈസയാണ് അഭിമാനമെന്ന്. എനിക്കിത്ര സ്വത്തുണ്ട് എന്ന് പറഞ്ഞ്, എനിക്ക് അവിടെ ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞ്, എനിക്കിത്ര മുതലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ അഭിമാനം നടിച്ചത്. മറ്റു ചില ആളുകൾ പറയുന്നത് സ്ഥാനമാനങ്ങളാണ്. ഞാൻ ഇന്നാലിന്ന പ്രസിഡന്റാണ്, ഇന്നാലിന്ന സെക്രട്ടറിയാണ്, ഇന്നാലിന്ന MLA ആണ്, MP ആണ് എന്നിങ്ങനെ ഓരോ ആളുകൾ വിചാരിച്ചത്. ചില ആളുകൾ വിചാരിച്ചത് സ്ഥാനമാനങ്ങൾ കൊണ്ടെല്ലാമായി എന്ന്, ചില ആളുകൾ വിചാരിച്ചത് സമ്പത്ത് കൊണ്ടെല്ലാം
എല്ലാമായി എന്ന്. ചില ആളുകൾ വിചാരിച്ചത് തറവാട് കൊണ്ട് എല്ലാമായി എന്ന്. പക്ഷേ ഞാൻ ഓർത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഉന്നതൻ ആരാണ്? നിങ്ങളിൽ ഉന്നതൻ ആരാണ്? സമ്പത്തുള്ളവനല്ല, സ്ഥാനമാനങ്ങളുള്ളവനല്ല, ഒരുപാട് വലിയ കുടുംബങ്ങളിൽ പിറന്നവനല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ തഖ്വയുള്ളവനാണ്. മുത്തഖി ആരാ? മുത്തഖി അവനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ. നബി തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓർക്കം വരുന്നുണ്ടോ? ഓർക്ക. അഷ്ഹദു അല്ലാ ഇലാഹ, ഒന്നുണ്ടോളി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നബി തങ്ങൾ പറയുകയുണ്ടായി, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം, മുത്തഖീങ്ങളാകണം, ഏറ്റവും നല്ല മനുഷ്യനാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തഖിൽ മഹാരിം, ജീവിതത്തിൽ ഹറാം വരാതെ സൂക്ഷിച്ചേക്കണം. ഹറാം വരാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഹറാമിന്റെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹറാമു ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഇത്തഖിൽ മഹാരിം, ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തകുന്ന അബദൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും നല്ല ആളായി മാറാം. തകുന്ന അബദൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ആബിദായി മാറാം, ഏറ്റവും നല്ല മുത്തഖിയായി മാറാം. ഞാൻ ഓർത്തുപോയി അല്ലാഹുവിന്റെ ആയത്ത്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. സമ്പത്തുള്ളവനോ സ്ഥാനമാനങ്ങളുള്ളവനോ അതേപോലെ തറവാട്ടുകാരനോ അല്ല അല്ലാഹുവിന്റെ അടുത്ത് മഹത്വം. മഹത്വമാർക്കാ? തഖ്വയുണ്ടോ അവർക്കാണ് മഹത്വം. അന്ന് മുതൽ തഖ്വയുള്ളവനായി മുത്തഖിയായി മാറാനാണ് ഞാൻ ശ്രമിച്ചത്. അന്ന് മുതൽ ഞാൻ മുത്തഖിയായി മാറാനാണ് ശ്രമിച്ചത്. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. ദുആ ചെയ്യാറില്ലേ? ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ മുത്തഖിയാക്കണമെന്നല്ല ദുആ ചെയ്യുന്നത്, മുത്തഖീങ്ങളുടെ നേതാവാക്കണമെന്നാണ്. അല്ലാഹുവേ, മുത്തഖീങ്ങൾ ഞങ്ങളുടെ മഅ്മൂമീങ്ങളാണ്, ഞങ്ങൾ ഇമാമാണ്. മുത്തഖീങ്ങളുടെ നേതാവാക്കണമെന്ന് ദുആ ചെയ്യാറുണ്ട്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അങ്ങനെ മുത്തഖിയായ ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിന്റെ കോടതിയിലും ദുനിയാവിലും വിലയുള്ളൂ, അവർക്കേ സ്ഥാനമാനങ്ങളുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്താണ് മുത്തഖി എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ റമളാനിന്റെ ലക്ഷ്യം നമ്മൾ പറയുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ മുത്തഖി? ആരാണ് ഈ മുത്തഖി? എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതേ ചെയ്യുള്ളൂ, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യൂല. ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കുന്നവർ മുത്തഖീങ്ങളാണ്. വജ്തിനാബു നവാഹി, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത്, അല്ലാഹു ഹറാമാക്കിയത്, അല്ലാഹു നിരോധിച്ചത് ചെയ്യാതെ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യുന്നവരാണ് മുത്തഖി. മുത്തഖിയാവാൻ നമ്മൾക്കും കഴിയും, ഹറാമിൽ നിന്ന് വിട്ടുനിന്നാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നാലാമത്തെ വിജയമന്ത്രം എന്താണ്? നാലാമത്തെ വിജയ രഹസ്യം എന്താണ്? എല്ലാവരും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും തറവാടും കൊണ്ട് അഭിമാനിക്കുമ്പോ എനിക്ക് മനസ്സിലായി അതിലൊന്നുമില്ല എന്ന്, അതിലൊന്നും ഒരു ചുക്കുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. തഖ്വയുള്ള ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളൂ എന്ന് മനസ്സിലായി.
മനസ്സിലായി. തഖ്വയുള്ള ആളുകൾക്കാണ് അവസാനമായ അന്ത്യവിജയമുള്ളത്. മരണസമയത്ത് പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് തഖ്വ അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് അന്നു മുതൽ തഖ്വയുള്ള ആളായി മാറാൻ ഞാൻ ശ്രമിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു അഞ്ചാമത്തെ കാര്യം പറയുന്നത്, ഇന്നി റഅയ്തുൻ നാസ്, ഞാൻ ജനങ്ങളെ നിരീക്ഷിക്കുകയുണ്ടായി, ഞാൻ ജനങ്ങളെ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മളിൽ ചില ആളുകളെ ചീത്ത പറയുകയാണ്, കുറ്റം പറയുകയാണ്. ഗീബത്ത് പറയുകയാണ്. ചീത്ത പറയാനുള്ള കാരണം, കുറ്റം പറയാനുള്ള കാരണം അസൂയയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫിൽ മാലി, മുതലാളിമാരോട് അസൂയ. എന്റെ സമ്പത്തിലാണ് അസൂയയുള്ളത്. വൽ ജാഹി, സ്ഥാനമാനങ്ങളുള്ളവർ, MLA-മാർ, MP-മാർ, രാഷ്ട്രീയ നേതാക്കൾക്ക്, കമ്മിറ്റി ഭാരവാഹികൾക്ക് പരസ്പരം അസൂയയുണ്ടാവാറുണ്ട്. ഒരേ പൊസിഷനിലുള്ള ആളുകൾക്കാണ് അസൂയയുണ്ടാവാറുള്ളത്. വൽ ഇൽമി, ആലിമീങ്ങൾക്ക് ആലിമീങ്ങളോട് അസൂയയുണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അസൂയയുള്ളത് വെറുതെയല്ല. ഒരാൾക്ക് അസൂയ തോന്നുന്നത് വെറുതെയല്ല. തന്നെക്കാൾ വളരുമ്പോ തന്നെക്കാൾ ഉഷാറാകുമോ എന്ന പേടിയാണ് കമ്മിറ്റിയിൽ പരസ്പരം പാരവെക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വത്തിൽ പാരവെക്കുന്നത്, ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി കുതിര കച്ചവടം നടത്തുന്നത്. എല്ലാം അവർക്ക് പരസ്പരം അസൂയയുള്ളത് കൊണ്ടാണ്. ഇൽമിലുള്ള അസൂയയുണ്ട്, സ്ഥാനമാനങ്ങളിലും അസൂയയുണ്ട്, അതേപോലെ സമ്പത്തുള്ളവരിലും അസൂയയുണ്ട്. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോർത്തത്. നഹ്നു ഖസംനാ മഈശതഹും നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഓരോ ആളുകൾക്ക് വേണ്ടതെല്ലാം ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന മുതലാളിക്ക് എത്ര കൊടുക്കണമെന്ന്, എന്നാൽ ഇന്ന ആലിമിന് എത്ര കൊടുക്കണമെന്ന്, എന്നാൽ ഇന്ന രാഷ്ട്രീയ നേതാവ് എവിടെ എത്തണമെന്ന് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തടക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരു മുതലാളി കോടീശ്വരനായി മാറാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അസൂയ വെച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ പാര വെച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ വിദ്വേഷം വെച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്താണ് കാര്യം? അള്ളാഹു വിചാരിച്ച സ്ഥലത്തേക്ക് അയാൾ എത്തുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഇനി അയാൾ തകരാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അസൂയ വെച്ചിട്ട് എന്താണ് കാര്യം? അയാൾ തകരുമെന്നുറപ്പല്ലയോ? ഒരു സ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുഖ്യമന്ത്രിയാവേണ്ടവനാണ്, ഒരു മന്ത്രിയാവേണ്ടവനാണ്, MLA ആവേണ്ടവനാണ്. അള്ളാഹുവിന്റെ തീരുമാനം അയാൾ ഇന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ പിന്നെ ഞാൻ അസൂയ വെച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാളെ സ്ഥാനത്തിൽ നിന്നിറക്കാൻ പറ്റുമോ? ഞാൻ പാര വെച്ചത് കൊണ്ട് അയാളെ സ്ഥാനത്തിൽ നിന്നിറക്കാൻ പറ്റുമോ? ഞാൻ അയാളോട് വിദ്വേഷം വെച്ചത് കൊണ്ട് അയാളെ ആ സ്ഥാനത്തിൽ നിന്നിറക്കി വിടാൻ കഴിയില്ലല്ലോ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ? അയാൾ എവിടെ എത്തണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പിന്നെ എന്തിനാണ് ഞാൻ അസൂയ വെക്കുന്നത്? അതേപോലെ ആലിമീങ്ങളോട് അസൂയ വെക്കുന്നത്, ഇൽമിൽ അസൂയ വെക്കുന്നത്, ഒരു പണ്ഡിതനോട് അസൂയ തോന്നുന്നത്. അള്ളാഹു അയാൾക്ക് കൊടുത്ത ഇൽമ കാരണമാണ് അള്ളാഹു അയാൾക്ക് ഉയർച്ച നൽകിയത്. അള്ളാഹു അയാൾക്ക് കൊടുത്ത തഖ്വ കാരണത്താലാണ് അള്ളാഹു അയാൾക്ക് ഉയർച്ച നൽകിയത്. ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാൾ തളരുകയോ, ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാൾ വളരുകയോ ഇല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ തടുക്കാൻ എനിക്ക് കഴിയില്ല എന്നുറപ്പാണ്. അന്നു മുതൽ ഞാൻ ഒരാളോടും അസൂയ വെച്ചില്ല, എനിക്ക് ഒരാളോടും പകയുമില്ല, അസൂയയുമില്ല എന്ന് മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ പഠിപ്പിക്കുമ്പോ അസൂയ ഇല്ലാതിരിക്കാനുള്ള വഴി എന്താ? അള്ളാഹു കണക്കാക്കിയത് അയാൾക്ക് കിട്ടും. അസൂയ വെച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കലാ അല്ലേ? ഒരു മീൻ കച്ചവടക്കാരന് ജ്വല്ലറിക്കാരനോട് അസൂയ ഉണ്ടാവില്ല? ഉണ്ടാവോ? ഈ മാർക്കറ്റിൽ മീൻ വെക്കുന്നവൻ അപ്പുറത്തുള്ള ജ്വല്ലറിക്കാരനെ നോക്കിയിട്ട് അസൂയ ഉണ്ടാവില്ല. അത് വേറെ കാറ്റഗറിയാണ്. ഇവൻ അസൂയ വെക്കുന്നതും പാര വെക്കുന്ന അപ്പുറത്തുള്ള മീൻ വിൽക്കുന്ന ആളോടാ. അവിടെ നല്ല ആള് പോകുന്നുണ്ടല്ല, ഇവിടെ നല്ല ആരും വാങ്ങിക്കുന്നുണ്ടല്ല, എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം. എന്നിട്ട് ഇപ്പുറത്ത് മീൻ വാങ്ങുമ്പോ നീ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചേ, അത് ഇന്നലത്തെ മീനാ, അത് ഐസിട്ട മീനാ, അത് മരുന്ന് വെക്കുന്ന മീൻ, എനിക്ക് സുഖമില്ല, അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചേക്കല്ലേ, എന്റെ അടുത്ത് വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പറയും. ജ്വല്ലറിക്കാരൻ പറയും അവിടെ 916 കണ്ടിട്ടില്ല. ജ്വല്ലറിക്കാരുടെ അസൂയ ഉണ്ടാവും. ഒരേ കാറ്റഗറിയിലുള്ള ആളുകളുടെ അസൂയ ഉണ്ടാവുക. അല്ലാതെ ഈ ജ്വല്ലറിക്കാരനോട് ഇവരെ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ ജ്വല്ലറിക്കാരനോട് അസൂയ വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ എന്റെ കാറ്റഗറിയിലുള്ളവരുടെ അസൂയ വെക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരേ കാറ്റഗറി, തനിക്ക്
പാരയാകുമോ, തന്റെ വളർച്ചയ്ക്ക് തടസ്സം വരുമോ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം ഇടിയുമോ എന്നൊക്കെ പേടിയാണ് പലരെയും അസൂയ വെക്കാനും പാര വെക്കാനും വിദ്വേഷം വെക്കാനും കാരണക്കാരാക്കുന്നത്. അത് നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ അസൂയ വെച്ചത് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച കാര്യത്തിൽ നിന്ന് അയാൾ താഴെ വീഴൂല. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, അള്ളാഹു ഓരോ ആൾക്ക് കൊടുക്കേണ്ട തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അസൂയ വേണ്ട. വളരുന്നവർ വളരട്ടെ, വളരുന്നവർ വളരട്ടെ. അള്ളാഹു തീരുമാനിച്ചതല്ലേ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിൽ ഞാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട മഈശത്ത് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നമ്മൾക്കാർക്കും ഇടപെടാൻ കഴിയില്ല, അല്ലേ? ഇന്നമാ ഖുദ്ദിറ വാജിബ് വ ഇന്നമാ സുത്തിറ മുൻതദർ. അള്ളാഹു കണക്കാക്കിയതെല്ലാം നടക്കാൻ പോവാണ്. നമ്മൾക്കറിയാത്ത പലതും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പോവാണ്. അതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് അസൂയയില്ല. അപ്പൊ അസൂയ മാറാനുള്ള വേണ്ടി തന്നെയാണ്. നിങ്ങളൊക്കെ അസൂയുണ്ട്, എല്ലാവർക്കും അസൂയ ഉണ്ടാവും. അസൂയ ഉണ്ടെങ്കിൽ അമലൊന്നും ഉണ്ടാവില്ല. അസൂയ വെച്ച് അമലെല്ലാം തീർന്നു പോകും. തിന്നും, തീ തിന്നുന്നത് പോലെ തിന്നും. അസൂയ വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി പിന്നെ അസൂയ വെക്കൂലല്ലോ. അസൂയ വെച്ചിട്ട് കാര്യം ഉണ്ടെങ്കിലല്ലേ അസൂയ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇത് തിന്നിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ തിന്നുവോ? ഇല്ല. എന്തേ തിന്നിട്ടൊരു കാര്യമില്ല? നീ മരുന്ന് കുടിച്ചാൽ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കുടിക്കൂലല്ലോ. സുഖമില്ലേ പിന്നെ എന്തിനാ കുടിക്കുന്നത്? അതേപോലെ അസൂയ വെച്ചിട്ടൊരു കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അസൂയ വെക്കണ്ട. ഇൻഷാ അല്ലാഹ് അസൂയ വെക്കാതിരിക്കാനുള്ള ഒരു വഴി എനിക്ക് മനസ്സിലായത്, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹു കൊടുക്കേണ്ടതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അസൂയ വെച്ചിട്ട് കാര്യമില്ല. അന്നു മുതൽ എനിക്ക് ആരോട് അസൂയയില്ല. ആറാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, അള്ളാഹു പറഞ്ഞു, ഞാൻ ജനങ്ങളെ കാണാനിടയായി പരസ്പരം അസൂയ വെക്കുന്നത്, പരസ്പരം ദേഷ്യം വെക്കുന്നത്, ശത്രുത വെക്കുന്നത്. ചില ആളുകളോട് ശത്രുത വെക്കുന്നു, അല്ലെ? ശത്രുത വെക്കാറില്ലേ? അയൽവാസികളോട് ശത്രുത, കൂടെ പഠിക്കുന്നവരോട്, പഠിപ്പിക്കുന്നവരോട്, ജോലി ചെയ്യുന്നവരോട് ശത്രുത, കുടുംബക്കാരോട് ശത്രുത, ഇങ്ങനെ ശത്രുത വെക്കുന്നത് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ ഒരു വാക്കോർത്തത്, ഇന്നശ്ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. നിങ്ങൾക്ക് ഒരൊറ്റ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. പിശാചിനെ അല്ലാതെ വേറെ ഒരാളെയും ശത്രുവായി കാണരുത്. നിങ്ങൾ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അത് പിശാചിനെയാ കാണേണ്ടത്, വേറെ ഒരാളെയും കാണരുത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അന്ന് മുതൽ ഞാൻ ആരോടും ശത്രുത വെച്ചില്ല. നമ്മൾക്കാകെയുള്ള ശത്രു പിശാചാണ്. പിശാചിനോടല്ലാതെ വേറെ ഒരാളോടും ശത്രുത വെക്കാൻ പാടില്ല. ശത്രുത അരുത്, ശത്രുത ചെയ്യരുത്, ശത്രുത വേണ്ട. പിശാചിനോട് മാത്രമേ ശത്രുത വെക്കാൻ പാടുള്ളൂ. അന്നു മുതൽ ഞാൻ ഒരാളോടും ശത്രുത വെച്ചില്ല, എനിക്കാരോടും ചൊടിയില്ല. ഈ ആയത്താണ് അതിന് കാരണമായത്. ഈ ആയത്താണ് അതിന് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നമ്മൾക്ക് ശത്രുവാവേണ്ടത് പിശാചാണ്. വേറെ ഒരാളെയും ശത്രുവായി കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ മറ്റൊരാളെ ശത്രുവായി കണ്ടാൽ അള്ളാഹു നമ്മയും ശത്രുവായി കാണും. അള്ളാഹുവിന്റെ സ്വഭാവം സിദ്ധിക്കാൻ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളും മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തെ കാര്യം പറഞ്ഞത്, ഇന്നി റഅയ്തു കുല്ല അഹദിൻ യസ്ആ ബിജിദ്ദിൻ. ആളുകളെല്ലാം വിശ്രമമില്ലാതെ ഓടിച്ചാടി നടക്കുന്നത് കാണാനിടയായി. എന്തിന്? ഭക്ഷണമുണ്ടാക്കാൻ, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി വിശ്രമമില്ലാതെ അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കാണാനിടയായി. അങ്ങനെ ശുഭത്തിൽ നിന്ന് ഹറാം ഏത് ഹലാൽ ഏത് എന്നറിയാതെ ഹറാമിൽ നിന്നും ഹലാലിൽ നിന്നും സമ്പാദിക്കുന്നുണ്ട്. നിസ്കാരങ്ങൾ ഖദാ ആവാറുണ്ട്, ഖുർആൻ ഓതാൻ സമയം ലഭിക്കാറില്ല, പരസ്പരം പലരെയും ചൊടിക്കേണ്ടി വരുന്നുണ്ട്, പലരോടും മോശമായി പെരുമാറേണ്ടി വരുന്നുണ്ട്. ഈ സമ്പത്തുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആളുകളെ ചൊടിപ്പിച്ച് പിണക്കമുണ്ടാക്കി ഹറാം സമ്പാദിച്ച് ശുഭത്തിന്റെ മുതൽ സമ്പാദിച്ച് നിസ്കാരം ഖളായി ഖുർആനുമായി ദീനുമായി യാതൊരു ബന്ധമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ കാണുമ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോർത്തത്. വമാ മിൻ ദാബത്തിൻ
ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ദുനിയാവിൽ ആരെയെല്ലാം ജീവിപ്പിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല റിസ്ക് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ദുനിയാവിന്റെ പിന്നാലെ പോവാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എനിക്ക് അല്ലാഹു കൽപ്പിച്ചത് അല്ലാഹു എനിക്ക് തരുക തന്നെ ചെയ്യും. എനിക്ക് അല്ലാഹു നിശ്ചയിച്ചത് എനിക്ക് അല്ലാഹു തരുക തന്നെ ചെയ്യും. നിസ്കാരം ഖളാ ആക്കിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതാതെ മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിച്ച് മറ്റുള്ളവന്റെ സമ്പത്ത് മോഷ്ടിച്ച് ഹറാമായ പെണ്ണിലൂടെ വ്യഭിചാരത്തിലൂടെ കഞ്ചാവിലൂടെ അല്ലാഹു ഒരിക്കലും നിരോധിച്ച വഴിയിലൂടെ സമ്പാദിക്കാതെ ഹലാലായ വഴിയിലൂടെ സമ്പാദിച്ചാൽ മതി. ഏത് വഴിയിലൂടെ സമ്പാദിച്ചാലും അല്ലാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു നാണയത്തൊട്ട് പോലും എനിക്ക് കൂടുതൽ കിട്ടൂല എന്നുറപ്പ് തന്നെയാണ്. ഒരു നാണയത്തൊട്ട് പോലും എനിക്ക് കിട്ടൂല എന്നുറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്പത്തിന് വേണ്ടി നിസ്കാരത്തെ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, ജോലിക്ക് വേണ്ടി ഖുർആൻ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, ദുഹാ നിസ്കാരം ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല. അതേപോലെ മറ്റുള്ളവർക്ക് പാരവെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഹറാം സമ്പാദിക്കേണ്ട കഞ്ചാവ് വിറ്റ് കാശുണ്ടാക്കുന്നവരുണ്ട്. ഹജ്ജിന് പോകുന്ന ഉംറക്ക് പോകുന്ന പാവങ്ങളായ വൃദ്ധമാരായ ഉമ്മമാരുടെ കൈകളിൽ വരെ കഞ്ചാവിന്റെ പാക്ക് നൽകി വിടുന്ന ക്രൂരന്മാരായ അക്രമികളായ തെമ്മാടി കൂട്ടങ്ങൾ നമ്മുടെ കേരളക്കരയിലുണ്ട് എന്ന് പറയുമ്പോ എവിടെ എത്തി പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ പൊങ്ങച്ചെന്നടിക്കുന്ന ഈ കേരളത്തിന്റെ അവസ്ഥ? ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് മക്കാ മണ്ണിലേക്ക് പോകുന്ന പാവങ്ങളായ വൃദ്ധമാരായ ഉമ്മമാരുടെ ഉപ്പമാരുടെ കൈകളിൽ കഞ്ചാവിന്റെ അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ പാക്കുകൾ നൽകിയിട്ട് അതിലൂടെ സമ്പാദിക്കുന്ന ആളുകൾ. എന്തിനാണ് ഈ സമ്പാദ്യം? ആർക്ക് വേണ്ടിയാണ് ഈ സമ്പാദ്യം? ആരെ പറ്റിക്കാനാണ്? ആർക്ക് നൽകാനാണ് ഈ സമ്പാദ്യം? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച് പാപങ്ങളായ വൃദ്ധരായ മാതാപിതാക്കള് എത്രയോ ആളുകൾ അങ്ങനെ സൗദി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരറിയാ. എങ്ങനെ ഈജിപ്തിൽ നിന്ന് അതുപോലെ കേരളക്കരയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തേക്കുന്ന ആളുകൾ സ്വന്തം കുടുംബക്കാരന്റെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്ത് ഇതെന്റെ ചങ്ങാതിക്ക് കൊടുക്കണം, ഇത് ബേക്കറി സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട്, ഇത് പച്ചക്കറിയാണെന്ന് പറഞ്ഞ്, ഇത് മറ്റുള്ള ഷൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കുടുംബക്കാരെ ഒറ്റിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നവർ. എന്തിനാണ് ഈ പൈസ? അല്ലാഹു നിനക്ക് കണക്കാക്കിയത് നിനക്ക് വേണ്ടുന്ന റിസ്ക് അല്ലാഹു കണക്കാക്കിയിരിക്കെ എന്തിനാണ് ഹറാം സമ്പാദിക്കാൻ പോകുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ ജയിലിലേക്ക് പോവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കുമുള്ള റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. റിസ്കിന് വേണ്ടി അധ്വാനിക്കണം, അധ്വാനിക്കണ്ട എന്നല്ല. ഇനി വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ജോലിക്ക് പോവാതെ നിസ്കരിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ നിസ്കാരം കഴിഞ്ഞിട്ട്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് ആളുകളെ ദ്രോഹിക്കാതെ, ആളുകളെ വിഷമിപ്പിക്കാതെ, ആളുകളെ പ്രയാസപ്പെടുത്താതെ ഹലാലായ സമ്പാദ്യങ്ങൾ അധ്വാനിക്കാൻ കഴിഞ്ഞാൽ അത് അധ്വാനിച്ചോളി. അല്ലാതെ ഹറാമായ സമ്പാദ്യങ്ങളിലേക്ക് പോയാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹതിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമായ സമ്പാദ്യങ്ങളിൽ ഒരു നാണയത്തൊട്ട് പോലും നമ്മുടെ വയറിലേക്ക് പോയാൽ, ഒരു ധാന്യമണി പോലും നമ്മുടെ വയറിലേക്ക് പോയാൽ, നമ്മുടെ മക്കളെ കൊണ്ട് തീറ്റിച്ചാൽ, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് തീറ്റിച്ചാൽ എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കഞ്ചാവ് കൊണ്ടുള്ള വിൽപ്പന, കള്ളിന്റെ വിൽപ്പന, പെണ്ണിന്റെ വിൽപ്പന, മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടുള്ള വിൽപ്പന, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും നൽകിയിട്ട് എവിടേക്ക് കൊണ്ടുപോവാനാണ്? മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോവാനാണോ? അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ പ്രതിജ്ഞയെടുക്കേണ്ടത്, ഹറാമായ ഒരു സമ്പാദ്യം പോലും എന്നിൽ ഉണ്ടാവൂല. പലിശ സമ്പാദ്യം എന്തിനാണ് പലിശയിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? 10 ലക്ഷം അവിടെ കൊടുത്തിട്ട് അതിന്റെ 2.5%, 5% ഒക്കെ പലിശയായി വാങ്ങുന്ന ആളുകളില്ലേ? പലിശ മുതലാളിമാരെ, നിങ്ങളോടും ചോദിക്കാനുള്ളത്, ഈ ഹറാമായ സമ്പാദ്യം മക്കൾക്ക് നൽകിയിട്ട് എല്ലാവരും ഒന്നിച്ച് നരകത്തിലേക്ക് പോകാനാണോ ഈ തയ്യാറെടുപ്പ്? അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കല്ല. ഹറാമായ ഒരു സമ്പാദ്യം പോലും നമ്മൾ ഉണ്ടാക്കരുത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഏഴാമത്തെ കാര്യം അതാണ്, അല്ലാഹു എല്ലാവർക്കും വേണ്ട റിസ്ക് ഒക്കെ കണക്കാക്കി. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പിന്നെ എന്തിനാ നിസ്കാരം ഒഴിവാക്കുന്നത്? നിസ്കരിച്ചിട്ട് അധ്വാനിച്ചാ പോരെ? സുന്നത്ത് നിസ്കരിച്ചിട്ട് അധ്വാനിച്ചാ പോരെ? രാവിലത്തെ തഹജ്ജുദ് കഴിഞ്ഞിട്ട് അധ്വാനിച്ചാ പോരെ? ദുഹാ നിസ്കരിച്ച് അധ്വാനിച്ചാ പോരെ? ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതിയിട്ട് അധ്വാനിച്ചാ പോരെ? ഖുർആനൊന്നും ഓതാത്ത ആര് കൈ അധ്വാനിക്കുന്നു? അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. എട്ടാമത്തെ കാര്യം, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മുഅ്തമിദൻ അലാ ശൈഇൻ മഖ്ലൂഖ്.
എല്ലാവരും ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് കാണാനിടയായി. ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യും. ബഅലുഹും അല ദീനാരി വദ്ദിർഹം, ചില ആളുകൾ ദീനാറിനെയും ദിർഹമിനെയും ഡിപ്പെൻഡ് ചെയ്യും. പടച്ചോനെ ദുബായ് പോയാ, UAE പോയാ, ഖത്തർ പോയാ എല്ലാം പോയി, അങ്ങനൊന്നുമില്ല. ദുബായ് പോയാൽ വേറുണ്ടാവും, ഖത്തർ പോയാൽ വേറുണ്ടാവും. അള്ളാഹു നിലനിർത്തട്ടെ അല്ലേ. കേരളത്തിന് നന്നായി തീറ്റിച്ച നാടാണ് GCC രാഷ്ട്രങ്ങൾ. അള്ളാഹു അവിടുത്തെ നിഅമത്തൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. അവിടേക്ക് എത്രയോ നമ്മൾ സ്നേഹിക്കുന്ന പ്രവാസികളായ ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ജോലിയും സമ്പാദ്യങ്ങളിലൊക്കെ അഭിവൃദ്ധി നൽകട്ടെ. എല്ലാ ആളുകളും ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണാനിടയെ. ആശ്രയിക്കാൻ ദീനാറിന്, ദിർഹമിന്, പൈസയെ, നോട്ടുകെട്ടുകളെ, അധികാരത്തെ, അതുപോലെ തന്നെ തന്റെ ജോലിയെ, തന്റെ ഫാക്ടറിയെ, തന്റെ ബിസിനസ്സിനെ, പിന്നെ തന്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നേതാക്കന്മാർ, ഇങ്ങനെ എല്ലാവരും മറ്റൊരാളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ഇന്നാലെന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്നാളെ കാണണം, ഇന്നാലിന് പൈസ ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. അങ്ങനെയൊക്കെ ഓരോ മേഖലകളിൽ ഓരോ ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുന്നില്ല. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോർത്തു, വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിനെ പരമേൽപ്പിച്ചാൽ, അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്താൽ എല്ലാ മേഖലകളിലും അള്ളാഹു കൂടെയുണ്ടാകുമെന്നുള്ള ആയത്ത്. അള്ളാഹുവിനെ പരമേൽപ്പിച്ചാൽ ഏത് മേഖലകളിലും പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയ തിരിച്ചു വരുന്നത് വരെ അള്ളാഹു സംരക്ഷിക്കും. എന്നാൽ നിങ്ങൾ പോലീസുകാരോട് പറഞ്ഞു എനിക്ക് വധഭീഷണിയുണ്ട്, 2 പോലീസുകാർ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 പോലീസുകാർ മുമ്പിലും പിന്നിലും എസ്കോർട്ടായിട്ട് നടന്നു. അങ്ങനെ പോയിട്ട് നിങ്ങളിങ്ങനെ മറ്റിവിടെ പയ്യന്നൂരെത്തുമ്പോൾ അപ്പുറത്ത് നിന്ന് മാറുന്ന ഒരാൾ നിങ്ങളെ ഷൂട്ട് ചെയ്തു. ഈ അംഗബലം നിങ്ങളെ ഈ പ്രൊട്ടക്ഷനുള്ള ബ്ലാക്ക് കാറ്റിനോ നിങ്ങളെ പോലീസിനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റും? അതേപോലെ ഞാൻ പറയുന്നത്, ലോകത്തൊരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല പടച്ചോനല്ലാതെ. നമ്മൾ പൂർണ്ണമായി പരമേൽപ്പിക്കേണ്ടത് റബ്ബിനെയാണ്. വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാൻ ആക്സിഡന്റ് പറ്റോ ഇല്ലേ, എങ്ങനെയാ നമ്മൾ തീരുമാനിക്കുക? നമ്മുടെ സുഹൃത്ത് അടുത്ത് ആക്സിഡന്റ് പറ്റി മരിക്കുകയുണ്ടായി, മുഫീദ് ഹുദവി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എല്ലാവരും പോലീസുകാരൊക്കെ പറയും വണ്ടി ഓട്ടുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണം, അത് സേഫ്റ്റിയാണ്. മുഫീദ് ഹുദവി ലോകത്തോട് വിട പറഞ്ഞു പോയത് ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ടാണ്. ധരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഹെൽമെറ്റ് ധരിച്ചാൽ മരിക്കൂല എന്നല്ല നമ്മുടെയൊക്കെ ധാരണ. ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ടാണ് മരിച്ചത്. ഹെൽമെറ്റിലുള്ള ഗ്ലാസ് ഞരമ്പിലേക്ക് കയറി, ഞരമ്പ് പൊട്ടി, രക്തം മുഴുവനും മുഴുകി, മംഗലാപുരത്തുമ്പോൾ ബ്ലഡ് മുഴുവനും തീർന്നു. അങ്ങനെ മരിച്ചുപോയി. ബ്ലഡ് കയറ്റിയിട്ട് കയറുന്നില്ല. ഹെൽമെറ്റിലെ ഗ്ലാസ് ഞരമ്പിൽ പോയി, ഞരമ്പ് തട്ടി ഞരമ്പ് മുറിഞ്ഞതാണ്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അപ്പോൾ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് പടച്ചോനെ. വണ്ടി ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ഉഷാറായിട്ട് ഡ്രൈവ് ചെയ്യാൻ, മാന്യമായിട്ടൊരു 60 സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്തു പോയാൽ അപകടം ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പുറത്ത് വന്നവൻ 120 വന്നിട്ട് അടിച്ച് തേച്ച് പോയാൽ പോരെ? ഇനി നിങ്ങൾ വണ്ടിയൊന്നും ഓട്ടുന്നില്ല, ആക്സിഡന്റ് കൂടാൻ ഞാൻ നടന്നു പോവാണെന്ന് വിചാരിക്കുക. പിന്നാലെ വന്നിട്ട് ഒരു വണ്ടി ഇടിച്ച് മരിച്ചു. എത്ര ആളുകൾ നടന്നു പോകുന്നവരിടിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലേക്കൊക്കെ കുത്തിക്കയറി. മിനിഞ്ഞാന്ന് വേദന മലപ്പുറത്ത് പോകുമ്പോൾ ഒരു MRA ബേക്കറിനുള്ളിലേക്ക് ഒരു സ്കോർപ്പിയോ ഇടിച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വീടിന്റെ മുകളിലേക്ക് വണ്ടി മാറിയാറില്ല. ഇപ്പൊ ഈ അടുത്ത് ചാലയിലല്ലേ നമ്മുടെ ടാങ്കർ ദുരന്തം ഉണ്ടായത്. അതൊക്കെ അവർ വണ്ടി യാത്ര ചെയ്തിട്ടാണ്. അപ്പൊ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചൂടെ? ഇനി നടന്നിട്ടും പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിൽക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ അന്നൊരു ടാങ്കർ ദുരന്തം വരുന്നത്. ഇപ്പൊ ചുറ്റുഭാഗത്തുള്ള 100-300 വീടുകൾ കത്തിക്കയറിയാണ്. അപ്പൊ ഇതൊന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് രക്ഷപ്പെടുന്ന വിഷയങ്ങളല്ല. ഇത് ഡിപ്പെൻഡ് ചെയ്ത് ആരെയാണ് രക്ഷപ്പെടാൻ നോക്കുക? ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രക്ഷപ്പെടാൻ നോക്കുക? അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾ വീട് കെട്ടാൻ പടച്ചോനെ, എൻ്റെ പൈസ ഇല്ല, നാട്ടുകാരൊക്കെ സഹായിക്കും, നാട്ടുകാരല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പടച്ചോനെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ മക്കളെ കല്യാണ സമയമായി, പള്ളി സെക്രട്ടറിയുടെ ഒപ്പ് വാങ്ങണം, സീല് വാങ്ങണം, പള്ളി സെക്രട്ടറി എല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് പടച്ചോനെയാണ്. പടച്ചോനെ ബലമേൽപ്പിച്ച പുഷ്പം പോലെ അള്ളാഹു നടത്തി തരും. അള്ളാഹുവിനെ ബലമേൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സ്വഹാബാക്കൾ ചോദിച്ചു നബി തങ്ങളോട്, നബിയെ ഞങ്ങൾ ഒട്ടകത്തെ കെട്ടുമ്പോ ഒട്ടകത്തെ എങ്ങനെയാ തവക്കുൽ ചെയ്യേണ്ടത്? ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണോ, അല്ല ഒട്ടകത്തെ കെട്ടാതെ തവക്കുൽ ചെയ്യണോ? വീടിൽ അവർക്കൊക്കെ വാഹനങ്ങളാണ് ഒട്ടകം. ആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് മുറ്റത്ത് ഒട്ടകത്തെ നിർത്തി പോയിട്ട് ഉറങ്ങിയാൽ മതിയോ? അല്ല അവിടെയുള്ള ഏതെങ്കിലും പില്ലറിൽ കയറിൽ കൊണ്ട് കെട്ടണോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കെട്ടിയിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ല്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കെട്ടിയാ പിന്നെ എന്തിനായി തവക്കൽതു അലല്ലാഹ് ചൊല്ലേണ്ട ആവശ്യം? കെട്ടിയാൽ ഏതായാലും അവിടെ ഉണ്ടാവൂലേ? എന്നാ കെട്ടിയ എല്ലാ ഒട്ടകം അവിടെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ വീട്ടിൽ കെട്ടിവെച്ച മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ടോ? ആരും കടിച്ചു മാറ്റിക്കൂടെ?
നിങ്ങളുടെ വീട്ടിൽ ലോക്ക് ചെയ്ത് വെച്ച വണ്ടി ആരെത്ര ആൾ അടിച്ചു മാറുന്നുണ്ട്, എത്ര വലിയ വലിയ വണ്ടിയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്, അത് ലോക്ക് ചെയ്യാഞ്ഞിട്ടാ അല്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചാവിയൊക്കെ അതിൽ വെച്ചിട്ട് തവക്കൽതു അലല്ലാഹ് പറയണ്ട. അഥവാ വണ്ടിയിൽ കയറിയിട്ട് 140 ഇങ്ങനെ ദോഷം മറിച്ചിടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിച്ചു പോയിട്ട് തവക്കൽതു അലല്ലാഹ് പറഞ്ഞാലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ചാവി പൂട്ടിയിട്ട് സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചിട്ട് തവക്കൽതു അലല്ലാഹ് പറയും, എന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയിട്ട് മാന്യമായി ഡ്രൈവ് ചെയ്യും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വാക്ക് ഏത് വിഷയം വന്നാലും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കണമെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അന്നു മുതൽ ഞാൻ അള്ളാഹുവിനെയല്ലാതെ വേറെ ഒരാളെയും ഒരു വിഷയത്തിലും എന്ത് ചെയ്യാറില്ല, ആശ്രയിക്കാറില്ല. എന്ത് വിഷയം വന്നാലും ഞാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്, ഹജ്ജിന് പോകാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷില്ല, വീട്ടിൽ ചെലവിനും ക്യാഷില്ല, ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് മകളോട് പറഞ്ഞത്, എനിക്ക് ഹജ്ജിന് പോകണം. മകള് പറഞ്ഞു പോയിക്കോളൂ. വീട്ടുകാര് പറഞ്ഞു പോകാൻ പാടില്ല. എന്തേ? വീട്ടില് പൈസ ഇല്ല. നിങ്ങൾ 2-3 മാസം കഴിയും, ഹജ്ജിന് പോയിട്ട് വന്ന 2-3 മാസം കഴിയും, പിന്നെ ഇവിടെ 3 മാസത്തെ ചെലവാരാ നോക്കുക. അപ്പൊ ഒരു മകൾ പറഞ്ഞു ഉമ്മയോടും മറ്റുള്ള മക്കളോടൊക്കെ പറഞ്ഞു, ഉപ്പയല്ല ഭക്ഷണം തരുന്നത്, ഭക്ഷണം തരുന്നത് പടച്ചോനാണ്, ഉപ്പയല്ല. ഉപ്പ പോയിക്കോട്ടെ, ഉപ്പ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ പടച്ചോന് ഭക്ഷണം വേണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഭക്ഷണം കിട്ടോ? ഉപ്പ വീട്ടിലുണ്ട്, ഹജ്ജിനൊന്നും പോയില്ല, വീട്ടിലുണ്ട്, പടച്ചോൻ വിചാരിച്ചു നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഭക്ഷണം കിട്ടോ? ഇല്ലല്ലോ. ഉപ്പ പോയിക്കോട്ടെ, അള്ളാഹു ഭക്ഷണം തരും. തവക്കുൽ അങ്ങോട്ട് പോയി. 3 ദിവസം കഴിയുമ്പോൾ പട്ടിണിയായി, ഭക്ഷണമില്ല, വീട്ടുകാരൊക്കെ പട്ടിണിയായി. ഉമ്മയും മക്കളൊക്കെ ഈ ചെറിയ മോളെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ ഉണ്ട് ഡോറിൽ വന്നിട്ട് ഒരാൾ മുട്ടാണ്. തുറന്നു നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. വെള്ളം കൊടുത്തു, നല്ല വെള്ളം. മൻസൂർ രാജാവ് വേട്ടയാടാൻ വേണ്ടി പോയതാണ്, വഴി തെറ്റി ഇവിടെ എത്തിയതാണ്. മൻസൂർ രാജാവ് വന്നു, കൂടെയുള്ള പട്ടാളക്കാരൊക്കെ വന്നു, നന്നായിട്ട് എല്ലാവരും വെള്ളം കുടിച്ചു. ആരെ വീടാണ് ചോദിച്ചു. ഹാത്തിമുൽ അസ്സമിന്റെ വീടാണ്. മാഷാ അല്ലാഹ്, ഹാത്തിമുൽ അസ്സമിന്റെ വീടോ? ഒരു പണ്ഡിതന്റെ വീട്ടിൽ, ഒരു സൂഫി വര്യന്റെ വീട്ടിൽ വെച്ച് വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടില്ലോ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായ സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്തു. പട്ടാളക്കാരും കൊടുത്തു. അവര് തിരിച്ചുപോയി. സെക്കൻഡ് കൊണ്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് ആ വീട്ടുകാർ മാറി. ഹജ്ജിന് പോകാൻ മൂപ്പര കയ്യിൽ പൈസ ഇല്ല. മൂപ്പര ഹജ്ജിന് പോയി തവക്കൽതു അലല്ലാഹ് പോലാണ് പോയി. ഹജ്ജിന് പോകുന്ന വഴിയിൽ ചെലവിന് പൈസ ഒന്നുമില്ല, 2-3 മാസമൊക്കെ ആവടുത്താൻ. അങ്ങനെ ഒരു സംഘത്തെ കണ്ടു, സംഘത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ ഇരിക്കുകയാണ് സംഘത്തലവന് എന്തോ ഒരു വിഷമുള്ളൊരു വസ്തു കടിച്ചു. അബോധാവസ്ഥയിലായി. ഡോക്ടർമാരും വൈദ്യന്മാരൊക്കെ കൊണ്ടുവന്നു, ശിഫയില്ല. അപ്പൊ അങ്ങനെയാണ് കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അയാൾ സൂഫി വര്യനാണ്, ഉപ്പരെ കൊണ്ടൊന്ന് മന്ത്രിച്ചു നോക്കാം. ഉപ്പര് മന്ത്രിച്ചു, സുഖായി. ആ സംഘത്തലവൻ പറഞ്ഞു, ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം. എന്തായി? ഹജ്ജും കഴിഞ്ഞു, വീട്ടുകാരുടെ ചെലവും കഴിഞ്ഞു. എന്താ കാര്യം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഏത് വിഷയങ്ങളുണ്ടായാലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ച് ജീവിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 8 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ചങ്ങാതിമാരായി ഇവിടെ ദുനിയാവിലുള്ള ആളുകളെ കണക്കാക്കാതെ അമലുൻ സ്വാലിഹായ പ്രവർത്തനങ്ങളെ നമ്മൾ ചങ്ങാതിമാരായിട്ട് കൂടെ കൂട്ടുക. ഖുർആനും ദിക്റും സ്വലാത്തും നിസ്കാരവും നോമ്പുമെല്ലാം നമ്മുടെ ചങ്ങാതിമാരായി കൂടെ കൂട്ടിയാൽ ഖബറിൽ നമ്മൾക്ക് സന്തോഷിക്കാം. 2, ശരീരത്തിന്റെ വികാരങ്ങളെയെല്ലാം നമ്മൾ കീഴ്പ്പെടുത്തി അള്ളാഹു പറഞ്ഞതുപോലെ ശരീരത്തെ ഒതുക്കാൻ നമ്മൾ ശ്രമിക്കുക. ശരീരം പറയുന്നതിന് വിപരീതം പ്രവർത്തിച്ച് ശരീരത്തിന്റെ വൈകാരിക താല്പര്യങ്ങളെ വിലക്കി അള്ളാഹുവിന് അനുസരിക്കുന്ന അള്ളാഹുവിന് കീഴ്പ്പെടുന്ന രീതിയിലേക്ക് ശരീരത്തെ നമ്മൾ കീഴ്പ്പെടുത്തിയാൽ, ഒതുക്കി വെച്ചാൽ അവർക്ക് അള്ളാഹു നൽകുന്നത് സ്വർഗമാണ്. 3ാമത്തെ കാര്യം പറഞ്ഞത്, നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകും, അള്ളാഹുവിന് കൊടുത്തതെല്ലാം ബാക്കിയാകും. നമ്മളും നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ചെലവെല്ലാം കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ അക്കൗണ്ടിലിട്ട് കയറ്റി വെക്കാതെ അത് നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ, അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് കൊടുത്തതിന് പകരം ദുനിയാവിൽ തരികയും ആ കൊടുത്തതൊക്കെ നാളെ ആഖിറത്തിലേക്ക് ബാക്കിയാവുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 4ാമത്തേത്, ജനങ്ങളൊക്കെ അഭിമാനമായി കണ്ടത് സമ്പത്തും സ്ഥാനമാനങ്ങളും സൗന്ദര്യവും കുടുംബസ്വത്തും കുടുംബവും
തറവാടും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തഖ്വയില്ലാതെ ഒരാൾക്കും അഭിമാനമോ സ്ഥാനമോ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മുത്തഖീങ്ങൾക്ക് മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളൂ. അന്ന് മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഞാൻ തുടങ്ങി. അഞ്ചാമത്, എല്ലാവരും പരസ്പരം അസൂയ വെക്കുന്നത് കാണാനിടയായി. അസൂയയില്ലാത്ത ആളുകളില്ല. അസൂയ ഒന്നുകിൽ സ്ഥാനമാനത്തിലാണ്, അല്ലെങ്കിൽ സമ്പത്തിലാണ്, അല്ലെങ്കിൽ ഇൽമിലാണ്. അസൂയ വെക്കുന്നത് അവർ തകരാനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കി, അള്ളാഹു ഓരോ ആളുകൾക്കും കിട്ടേണ്ടത് നേരത്തെ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാൾ തകരുകയോ ഉയരുകയോ ഒന്നുമില്ല. പിന്നെ ഞാൻ അസൂയ വെച്ചിട്ട് ഞാൻ തന്നെ തോൽക്കണം, എന്റെ തന്നെ അമലിന് ഇഷ്ടപ്പെടുമെന്നല്ലാതെ ഒരു കാര്യമില്ല. അന്ന് മുതൽ എനിക്ക് ഒരാളോടും അസൂയ തോന്നിയിട്ടില്ല. ഞാൻ അസൂയയെ എടുത്തു മാറ്റി എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. പിന്നെ പറയുന്നത്, ജനങ്ങൾ ശത്രുക്കളായി പലരെയും കാണുന്നത് ഞാൻ കാണാനിടയായി. ജനങ്ങൾ ശത്രുക്കളായി കാണാം, എന്നാലും നാളെന്റെ ശത്രുവാണ്. ഞാൻ ഓർത്തത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്താണ്. അള്ളാഹു പറഞ്ഞത് പിശാച്ചല്ലാതെ ഫഇന്ന ശൈത്താന ലക്കും അദുവ്, നമ്മുടെ ശത്രു പിശാച്ചാണ്, അവനെ മാത്രമേ ശത്രുവാക്കാൻ പാടുള്ളൂ. അന്ന് മുതൽ വേറെ ഒരാളെയും ഞാൻ ശത്രുവായിട്ട് കണ്ടില്ല. ഏഴാമതായി, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ലോകത്തുള്ള എല്ലാവർക്കും അല്ലാഹു റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട റിസ്ക് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹറാമ് സമ്പാദിക്കാൻ പോയില്ല. എനിക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. നിസ്കാരം ഖളാക്കി, ഖുർആൻ ഓതാതെ, സുന്നത്തില്ലാതെ ഞാൻ ദീന് മറന്നിട്ടൊരു ജോലിക്കും ഒരു സമ്പാദ്യത്തിനും ഞാൻ പോയില്ല. ദീനിന് പ്രാമുഖ്യം നൽകി. എന്റെ മുസീബത്ത് ദീനിന്റെ മുസീബത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകിയത്, ദുനിയാവിന്റെ മുസീബത്തിനല്ല. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടും. അതുപോലെ ഞാൻ നിസ്കാരവും ദീനും എല്ലാം കഴിഞ്ഞിട്ടേ ദുനിയാവിന് പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. എട്ടാമതായി പറഞ്ഞത്, ജനങ്ങളൊക്കെ പല ആളുകളെയും ഡിപ്പെൻഡ് ചെയ്യും. എനിക്ക് ഇന്നാലിന്ന നേതാവിന്റെ MLA കൂടെയാണ്, പോലീസിന്റെ കൂടെയാണ്, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നാലിന്ന ഓഫീസറിന്റെ കൂടെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കാണാനിടയായി. പക്ഷേ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചവന്റെ കൂടെയാണ് വിജയം. ഏത് വിഷയത്തിലും പടച്ചോനെ ബരമേൽപ്പിച്ചാൽ അവന് വിജയിക്കാം, അവൻ അള്ളാഹുവിന്റെ സഹായമുണ്ട് എന്ന ആയത്ത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അന്ന് മുതൽ ഞാൻ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ ബരമേൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ 8 വിഷയങ്ങൾ ജീവിതത്തിലെ വിജയമന്ത്രങ്ങളാണ്. ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയികളായിരിക്കും. അള്ളാഹു അവരിൽ നിന്ന് ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.